നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അമേരിക്ക ഇവിടെ ഒരു നാവിക ഉപരോധത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം നീക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 40 ദിവസമായി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. അതിനുവേണ്ടി നാറ്റോ രാജ്യങ്ങളെ സമീപിച്ചു. പക്ഷേ ഫ്രാൻസോ ഇറ്റലിയോ അല്ലെങ്കിൽ ജർമ്മനിയോ UK ഒന്നും തന്നെ ആ ഒരു ആവശ്യത്തിന് വഴങ്ങിയില്ല. അറബ് രാജ്യങ്ങളെ സമീപിച്ചു, അവരും ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് ചില നടപടിക്രമങ്ങളിലേക്ക്, ചില ചർച്ചകളിലേക്ക് അമേരിക്ക കടന്നത്. പാകിസ്ഥാനിൽ ചർച്ചയും കഴിഞ്ഞു, പക്ഷേ ആ ചർച്ചയിലും നമ്മൾ കണ്ടത് ഇറാൻ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോവുക? ഏറ്റവും പ്രധാനപ്പെട്ട 3 സിനാരിയോകൾ നമ്മൾ സൂചിപ്പിക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏകപക്ഷീയമായി അമേരിക്കയുടെ ഒരു ആക്രമണം നടക്കുന്നു, വലിയ തോതിലുള്ള ആയുധങ്ങൾ അവിടേക്ക് എത്തിക്കുന്നു, നാവിക സേനയുടെ ശക്തമായ ആക്രമണത്തിൽ ഹോർമുസ് പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇറാന്റെ ആ മേഖലയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ പടക്കപ്പലുകളുണ്ട്, അതേപോലെ തന്നെ താഴെ നിക്ഷേപിച്ചിട്ടുള്ള മൈനുകളുണ്ട്. അതെല്ലാം ഒരേ സമയത്ത് പൊട്ടിത്തെറിപ്പിക്കാൻ സാധിക്കും എന്ന് IRGC വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 2 നാവിക സേനയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിൽ ആർക്കാണ് വിജയം എന്ന് പറയാത്ത രൂപത്തിൽ 2 വിഭാഗത്തിനും ഒരേ രൂപത്തിലുള്ള പ്രതിസന്ധിയും അതേപോലെ തന്നെ ഭീഷണിയും നേരിടുന്ന ഒരു സാഹചര്യമാണ്. അത് അങ്ങനെ കനക്കാനാണ് ഒരു സാധ്യത. മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ നാവിക മേഖലയിൽ അമേരിക്ക തോറ്റുപോവുക എന്നുള്ളതാണ്. അങ്ങനെ ഹോർമുസ് കടലിടുക്കിൽ നിന്നും അമേരിക്കക്ക് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. പക്ഷേ ആ മൂന്നാമത്തെ സാധ്യത വരികയാണെങ്കിൽ സ്വാഭാവികമായും വ്യോമാക്രമണം അമേരിക്ക ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. US മാധ്യമങ്ങൾ, യുദ്ധവിദഗ്ധർ എല്ലാവരും പറയുന്നത് ആ മൂന്നാമത്തെ സാധ്യതയിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ തോറ്റുകഴിഞ്ഞാൽ പൂർണ്ണമായും വ്യോമമേഖലയിൽ അമേരിക്ക അടി തുടങ്ങും. 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ച ഈ വെടിനിർത്തൽ അവസാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അത് പശ്ചിമേഷ്യ കണ്ട ഏറ്റവും വലിയൊരു യുദ്ധത്തിലേക്ക് അത് മാറും. സ്വാഭാവികമായും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒരു സമാധാനത്തിലാണ്. 2 ആഴ്ചയെങ്കിലും സമാധാനത്തോടു കൂടി നിൽക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ ആ പ്രതീക്ഷയും അസ്തമിക്കുന്ന രൂപത്തിലായിരിക്കും ഈ ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒറ്റയടിക്ക് കീഴൊതുങ്ങി കൊടുക്കാൻ IRGC തയ്യാറാവില്ല. അവർക്കറിയാം എന്താണ് ഹോർമുസിൽ നടക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി തന്നെ അവർ നിരീക്ഷിക്കുന്നതാണ്. അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഒന്നുകിൽ ഓൾ ഇൻ ഓൾ ഔട്ട് എന്നുള്ള രീതിയിലേക്ക് ഇറാൻ കടക്കണമെന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന എല്ലാ കപ്പലുകളെയും അങ്ങോട്ട് കടത്തിവിടുകയും ഇങ്ങോട്ട് തിരിച്ചയക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിൽ പറയുന്നത്. അല്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊറ്റ കപ്പലും കടക്കില്ല, അതിന് ഞങ്ങളുടെ സൈന്യം എത്തുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതേ രൂപത്തിൽ കീഴൊതുങ്ങി കൊടുക്കാൻ IRGC സന്നദ്ധമാകില്ല. സുഹൈൽ തുടരുക.